യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 10:10 ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ജീവൻ്റെ സമൃദ്ധി ക്രിസ്തുവിലാണ്. ക്രിസ്തു ആരാണ്? അവിടുന്ന് ദൈവമാണ്. അവിടുന്ന് വചനമാണ്. യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 3 വരെ വചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവൻ മൂലമുണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. വചനമായ ദൈവമാണ് യേശു. വചനം സമം യേശു, യേശു സമം വചനം. വചനമായ ദൈവമാണ് യേശു. വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവുമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. യേശു തന്നെ പറയുന്നുണ്ട്, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. എൻ്റെ വചനം ആത്മാവാണ്, ജീവനാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവും മറഞ്ഞിരിക്കുന്നു. അത് വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ, വചനം പാലിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൂടുതൽ അഭിഷേകത്തിലേക്ക് നയിക്കുക. ദൈവത്തിൻ്റെ ജീവൻ നമ്മൾ നിറയുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു, കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുക. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനാണ്. ദൈവിക ജീവൻ്റെ സമൃദ്ധിയാണ് യേശു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എത്രമാത്രം നമ്മൾ സ്വീകരിക്കുന്നു അതനുസരിച്ച് ദൈവത്തിൻ്റെ ജീവൻ നമ്മിൽ നിറയുകയാണ്. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ 46-47 തിരുവചനങ്ങൾ. മോശ പറഞ്ഞു, ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. മോശ ഇപ്രകാരം താൻ നയിക്കുന്ന ജനത്തോട് പറഞ്ഞു കൊടുക്കുക, ദൈവത്തിൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുക. അത് ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ അതേപടി ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ അതേപടി അനുസരിക്കണം. മോശ അവരോട് പങ്കുവെച്ചത്
അവർ വളരെ ഹൃദയപൂർവ്വം കേട്ടുകൊണ്ടിരുന്നു. അവർക്ക് കൊടുത്ത നിർദ്ദേശം ഇതായിരുന്നു: ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം, ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വചനം തുടരുന്നു: എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. ഈ വചനമാണ് നിങ്ങളുടെ ജീവൻ. ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾ ജോർദാൻ അക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും. ഇതുമൂലം ദൈവത്തിൻ്റെ വചനം മൂലം, ദൈവത്തിൻ്റെ ജീവൻ മൂലമാണ് നിങ്ങൾ ജോർദാൻ അക്കരെ ചെന്ന് ജീവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കാനാൻ ദേശത്തെ ജീവിതത്തിന് വേണ്ടി ദൈവം നമുക്ക് നൽകുന്നത് ജീവൻ്റെ വചനമാണ്. വചനമായ യേശുവിനെ തന്നെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. മോശ പറഞ്ഞു കൊടുത്തു, ഈ വചനം നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വചനം മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു വ്യക്തിയുണ്ട്, പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ അമ്മയുടെ ഗർഭപാത്രത്തില വചനമായ ദൈവം, ജീവനായ ദൈവം ആദ്യം പിറന്നത്. ഈ അമ്മയാണ് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്ന് ലൂക്കാ സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മോശ പഠിപ്പിക്കുന്നു, നിങ്ങൾ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഈ വചനം നിങ്ങൾക്ക് ജീവനാണ്. ഈ വചനം കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. ദൈവത്തിൻ്റെ വചനമില്ലാത്ത വ്യക്തി ദൈവത്തിൻ്റെ ജീവനില്ലാത്ത വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ജീവൻ നമ്മിൽ നിറയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മിൽ നിറയണം. ഹല്ലേലൂയാ. കരമീത്തൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, വചനം കേൾക്കുമ്പോൾ ഇവിടെ ഹൃദയങ്ങളെ തുറക്കണമേ. വചനം അയച്ച് വിനാശത്വം വിടുവിക്കണമേ. വചനം അയച്ച് അത്ഭുതങ്ങൾ ചെയ്യണമേ. വചനം അയച്ച് ബന്ധനങ്ങളെ തകർക്കണമേ. വചനത്തിൻ്റെ ശക്തിയാൽ സാത്താൻ്റെ ശക്തികളെ തകർക്കണമേ. വചനത്തിൻ്റെ വലിയ ശക്തി കടന്നു പോവട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. വചനത്തിൽ ജീവിക്കുക, വചനത്തിൽ വസിക്കുക, വചനം പാലിക്കുന്നതിലാവുക, വചനം അനുസരിക്കുന്നതിലാവുക, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരായിട്ട് മാറുക. അതിലൂടെ നിങ്ങൾ ജീവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. നീ ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. ജീവൻ നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നീ നിൻ്റെ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിൻ്റെ വചനം കേൾക്കണം, അവിടുത്തെ സ്നേഹിക്കണം, അവിടുത്തോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ നിനക്ക് ജീവൻ ലഭിക്കും. നീയും നിൻ്റെ സന്തതിയും നിൻ്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ജീവൻ ലഭിക്കും, ദീർഘായുസ് ലഭിക്കുമെന്ന് വചനത്തിലൂടെ ദൈവം വാഗ്ദാനം നൽകിയിരിക്കുക. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ മനുഷ്യർ വാക്കുവ്യത്യാസം കാണിക്കുന്നവരാ. പക്ഷേ ദൈവം ഒരിക്കലും വാക്ക് മാറുന്നവനല്ല. വാക്ക് മാറാത്തവൻ വാക്ക് പറഞ്ഞുവെങ്കിൽ ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ, ആ വചനം എന്നും മാംസം ധരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് ജീവൻ വേണോ? ദൈവത്തിൻ്റെ ശക്തി വേണോ? അഭിഷേകം വേണോ? വചനം കേട്ട് ദൈവത്തെ സ്നേഹിച്ച് അതനുസരിച്ച് ജീവിച്ച് അവിടുത്തോട് ചേർന്ന് നിന്നാൽ ദൈവത്തിൻ്റെ ജീവനും ശക്തിയും എല്ലാം നമുക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. വചനമായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. വചനമായ യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. സങ്കീർത്തനം 119:89. കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. അതായത് വചനമായ ദൈവം, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അവിടെ വചനമായ ദൈവം ഇരിക്കുകയാണ്. ഈ ഭൂമിയിൽ മാനവരാശിക്ക് വേണ്ടി സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ വചനമായ ദൈവം, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അവിടുന്ന് ഉപവിഷ്ടനായിരിക്കുന്നു.
കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. ഹല്ലേലൂയാ. വചനം തന്നെയായ യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. സ്വർഗത്തിൽ ഉയർത്തെഴുന്നേറ്റ് മഹത്വപൂർണനായിട്ട് അവൻ വസിക്കുന്നു. സങ്കീർത്തനം 119:101, അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. നമ്മൾ വചനം പാലിക്കണം. എല്ലാ ദുർമാർഗങ്ങളും, പാപത്തിൻ്റെ, തിന്മയുടെ, വൃത്തിഹീനമായ വഴികൾ നമ്മൾ ഉപേക്ഷിക്കണം. എല്ലാ ദുർമാർഗങ്ങളും വിട്ടുപേക്ഷിച്ച് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ തീരുമാനമെടുക്കണം. അപ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ദുർമാർഗങ്ങളും ദുർച്ഛേദികളും ദുഷിച്ച മനസ്സും മനസാക്ഷിയുമൊക്കെ നമുക്ക് മാറ്റാം. സങ്കീർത്തനം 119:103, അങ്ങയുടെ വാക്കുകൾ എനിക്കെത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. അങ്ങയുടെ വചനങ്ങൾ എനിക്കെത്ര മധുരമാണ്. അങ്ങയുടെ വചനങ്ങൾ എത്ര മധുരമാണ്. സങ്കീർത്തനം പറയുക, ദൈവത്തിൻ്റെ വചനം മധുരമാണ്. ആ വചനം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മധുരമുള്ളതായിട്ട് മാറുകയാണ്. ഇന്ന് പലരും ജീവിതത്തിൽ കയ്പ് നീര് കുടിക്കുന്നുണ്ടെങ്കിൽ, കയ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു അനുഭവം ഉണ്ടാവുന്നത്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മധുരമായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ദുർമാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനങ്ങൾ എനിക്ക് മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാകാം, വായിക്കുന്നവരാകാം, വചനം അനുസരിക്കുന്നവരായിട്ട് മാറാം. ദൈവത്തിൻ്റെ വചനം എത്രമാത്രം നമ്മൾ അനുസരിക്കുന്നുവോ അത്രമാത്രം നമ്മൾ അനുഗ്രഹിക്കപ്പെടും. വചനം കേട്ടാൽ മാത്രം പോരാ, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നമുക്കറിയാം, ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ എത്രയോ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. എത്രയോ 1000 പേരാ ഓരോ ആഴ്ചകളിൽ ധ്യാനം കൂടി പുറത്തിറങ്ങുന്നത്. എന്നിട്ടും വചനം കേൾക്കുമ്പോൾ അത് മധുരമായി സ്വീകരിച്ചിട്ട് പോകും. ഏറെ ദിവസങ്ങൾ ആ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. പലരും വീണ്ടും പഴയ പാപത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുക. ഇത് പാടില്ല. വചനം ജീവിതത്തിൽ പാലിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ വചനം ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരാണ്. അത് വചനത്തിന് ജീവിതത്തിൽ വില കൊടുക്കണം. വചനം ജീവിതത്തിൽ പാലിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. വചനത്തോടുള്ള ഒരു ദാഹം നമുക്കുണ്ടാവണം. വചനം നമ്മുടെ ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ഭാഗമായിട്ട് മാറണം. വചനം നമുക്ക് ജീവനാണ്. ജീവനുള്ള ഈ വചനമാണ് നമ്മുടെ രക്ഷയുടെ തീരത്ത് എത്തിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങൾ നമുക്ക് സ്വന്തമാക്കാം. പരിശുദ്ധ മറിയം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനം പഠിക്കാം, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാം. അതിനുള്ള വലിയൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, വചനം പഠിക്കുവാൻ ഉള്ളൊരു ദാഹം നൽകണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള കൃപ കൊടുക്കണമേ. വചനത്തിൻ്റെ അഭിഷേകം ദൈവജനത്തിൽ നൽകണമേ. ഹല്ലേലൂയ. വചനത്താൽ നിറയട്ടെ. ഹല്ലേലൂയ. വചനത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ജനം തിരിച്ചറിയട്ടെ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ആമേൻ. ഈ കുടുംബം കഴിഞ്ഞ മാസം രാജസ്ഥാനിൽ നിന്ന് ഇവിടെ ധ്യാനിക്കാൻ വന്നതാണ്. ഇവർ ഹിന്ദിക്കാരാണ്, പക്ഷേ ഈ കുഞ്ഞിന് മലയാളം അറിയാം. ആർക്കാണ് മോനെ സൗഖ്യം കിട്ടിയത്? മോൻ്റെ പപ്പായിക്കാണോ? എൻ്റെ അച്ഛന് ഒരു ദിവസത്തിൽ ഈ മകന് കഴിഞ്ഞ മാസം ഇവിടെ ധ്യാനിച്ചിരുന്നു, പ്രാർത്ഥിച്ചു തന്നെ. എൻ്റെ നടുവ് നട്ടല് ഡിസ്കൊക്കെ പ്രശ്നമായിരുന്നു. അത്ഭുതമായ സൗഖ്യം കിട്ടി. ആ സാക്ഷി നമുക്ക് കേൾക്കാം. എൻ്റെ പേരാണ്
അരുൺകുമാർ. അച്ഛൻ്റെ പേരാണ് അമ്മയുടെ പേരോ? അമ്മയുടെ പേരാണ് പ്രമീല. അച്ഛൻ്റെ പേര് രാധശ്യാം. ഞങ്ങൾ രാജസ്ഥാനിൽ വന്നിട്ടുണ്ട്. അച്ഛനും അമ്മൻ്റെ മലയാളം അറിയില്ല, ഞാൻ കുറച്ച് മലയാളം പഠിച്ചു. ഞങ്ങൾക്ക് ഈ ഷോ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. അച്ഛൻ കൊച്ചുപറമ്പിൽ കൃഷിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അമ്മ വീട്ടുപണി ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഒരു ദിവസത്തിൽ ഡിസ്കിൻ്റെ വേദന വന്നു. അതുകൊണ്ട് 4 ഡോക്ടറിനോട് കാണിച്ചു. 4 ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തില്ല. അമ്മച്ചി പറഞ്ഞു നിങ്ങൾ സാബുദറിൻ്റെ ധ്യാനത്തിൽ പൊക്കെ ഞങ്ങളെ പോയിട്ട് നോക്കി. സാബുദ തൊട്ടു. യേശു സൗഖ്യപ്പെടുത്തി. യേശുവിനെ യേശു സ്തുതി. ഞങ്ങൾക്ക് യേശു ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. നോക്കി എത്ര മിടുക്കനായിട്ട് ഇവന് സാക്ഷ്യം പറഞ്ഞേ. കൈക്കിന് സൗഖ്യം കിട്ടി. അച്ഛൻ റോഡിൽ താഴെ വീണു. അതുകൊണ്ട് കയ്യിലൊരു വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബുക്കിൽ ഇവിടെ വെച്ചിട്ട് പ്രാർത്ഥന ചെയ്തു. അതുകൊണ്ട് ശരി. ഏത് ബുക്കാണ്? യേശുനാമം അത്ഭുതനാമമാണ്. യേശുനാമം അത്ഭുതനാമം അത് വെച്ച് പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടി. ഈ ചേട്ടൻ വീണ് കൈക്ക് വേദനയായിരുന്നു. യേശുനാമം അത്ഭുതം. ആ പുസ്തകം കയ്യെ വെച്ച് പ്രാർത്ഥിച്ചു. ഈ പുസ്തകം യേശുനാമം അത്ഭുതനാമം പുസ്തകം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു. കൈയുടെ വേദന അപ്രത്യക്ഷമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോന് മലയാളം വായിക്കാൻ അറിയാമോ? എന്നാ പിടിച്ചു, മോനെടുത്തു. യേശുനാമം അത്ഭുതനാമം. പ്രൈസ് ദി ലോർഡ്. മോൻ്റെ പേരെന്നാ പറഞ്ഞേ? അരുൺകുമാർ. അരുൺകുമാർ. നോക്കുക, അവൻ പറഞ്ഞു കേട്ടോ ഈശോയെ അവർക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. നിങ്ങളെങ്ങനെ ഈശോയെക്കുറിച്ച് അറിഞ്ഞത്? ആരാ പറഞ്ഞു തന്നേ? അമ്മച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. ആണോ? അമ്മച്ചിയുടെ അടുത്താണ് താമസിക്കുന്നത്? ആണ്. അമ്മച്ചി ഈസ്റ്റയിലോട്ട് വന്നേ. ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ അമ്മച്ചിയാണ് ഈ കുടുംബത്തെ യേശുവിന് വേണ്ടി നേടിയത്. ഇതിനാണ് പ്രേക്ഷിത വേല എന്ന് പറയുന്നത്. ഈ അമ്മ ഒരു കുടുംബത്തെ മൊത്തം യേശുവിനായിട്ട് നേടിയിരിക്കുക. ഹല്ലേലൂയ. അമ്മച്ചിയുടെ പേരെന്ന്? തങ്കമ്മ ഇമ്മാനുവൽ. അമ്മച്ചിക്കൊന്ന് പറയാമോ? എൻ്റെ ഞാൻ കൊച്ചോർമിലിയാണ്. എൻ്റെ പേര് തങ്കമ്മ ഇമ്മാനുവൽ എന്നാണ്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഈ മക്കൾ എൻ്റെ അടുത്ത് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി, എന്നെ നോക്കാൻ വേണ്ടി വന്ന് താമസിക്കുന്നതാണ്. വളരെ നല്ല പിള്ളേരാണ്. അവർക്ക് നല്ല ദൈവവിശ്വാസം, ഈശോയെ ഭയങ്കര ഇഷ്ടം. ഇവനിപ്പോൾ പറയുന്ന അവൻ അച്ഛനാകാൻ പോകുന്ന. അവനെ ഞാൻ എന്നും പഠിപ്പിക്കും. അങ്ങനെ ഇപ്പോൾ അവൻ മലയാളം പഠിച്ചത്. അവനെ ക്ലാസ് 2-ൽ 2ാം ക്ലാസ്സിലാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കും. ക്ലാസ്സിൽ ഇപ്പോൾ അവൻ ഫസ്റ്റാണ് എല്ലാത്തിനും. വളരെ നല്ല പിള്ളേരാണ്. 3 പേരും വളരെ നല്ല മനുഷ്യരാണ്. അമ്മച്ചിക്ക് മക്കളൊക്കെ എത്ര പേരുണ്ട്? എനിക്ക് ഇപ്പോൾ ഒരു മോളേ ഉള്ളൂ. ഒരു മോനുണ്ടായിരുന്നു, മരിച്ചുപോയി ആക്സിഡൻറ്റിൽ. ഇല്ലായിരുന്നു. 26 വയസ്സിൽ മോന് ബാംഗ്ലൂർ എൻജിനീയറായിരുന്നു. അവൻ അവിടെ വെച്ച് ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. ഇല്ല, അപ്പച്ചൻ മരിച്ചിട്ട് 2 വർഷമായി. മോള് കോയമ്പത്തൂർ അവർ താമസിക്കുന്നു, ഭർത്താവും കൊച്ചുമായിട്ട്. അമ്മച്ചിയുടെ മോന് വാഹനാപകടത്തിൽ മരിച്ചു പോയതാണ്. 26 വയസ്സിലല്ലേ? 26 വയസ്സിൽ. മോളുടെ കല്യാണം കഴിഞ്ഞ് കോയമ്പത്തൂരാണ്. അപ്പം മോളാണ് ഈ കുടുംബത്തെ അമ്മച്ചിയുടെ മോളാണ് ഈ കുടുംബത്തെ ആക്കി അമ്മച്ചൻ നോക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോ, ദൈവത്തിൻ്റെ എന്തൊരു സ്നേഹമാണ്, എന്തൊരു കരുതൽ. ഒരു കുടുംബം മുഴുവൻ യേശുവിൻ്റെ സ്വന്തമായെന്നുള്ള. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു, നമ്മിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുകിയാൽ നമുക്ക് ആരെയെങ്കിലും യേശുവിന് വേണ്ടി നേടാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരിക്കലും യേശുവിന് വേണ്ടി മറ്റുള്ളവരെ നേടാൻ പറ്റത്തില്ല. അവിടെ യേശുവിന് വേണ്ടി നേടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാകണം. ഈ അമ്മ ഈ കുടുംബത്തെ സ്നേഹിച്ചു. ഈ കുഞ്ഞിനെയൊക്കെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ കുടുംബം മൊത്തം കർത്താവിൻ്റെ സ്വന്തമായി നമ്മളുടെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകുന്നുണ്ട്, ഉറപ്പാണ്. ആ കണ്ണുനീര് അത് ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അനുഭവത്തിൻ്റെ കണ്ണുനീരാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ അമ്മച്ചിക്ക് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശു മാത്രം ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് അമ്മച്ചി പറയുന്നത് ഇവർക്ക് മോളൊരു ഹിന്ദി ബൈബിൾ കൊടുത്തു.
എല്ലാ ദിവസവും ഒരു ഹിന്ദി ബൈബിൾ വായിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് അമ്മ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും 2 കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് അമ്മച്ചിക്ക് വേണ്ടി, ഇവർക്കെല്ലാം വേണ്ടി, അരുൺകുമാർ, ഈ കുടുംബം മൊത്തം കർത്താവിൻ്റെ സ്വന്തമായി തീരണം. ഈ കുഞ്ഞിൻ്റെ ആഗ്രഹം പോലെ ഇവൻ ഒരു വൈദികനാവട്ടെ. നമുക്ക് അതിനുവേണ്ടി ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. ഇപ്പം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചാൽ പോലെ തുടർന്നും അരുൺകുമാർ ഈ പേര് മറക്കരുത്, ഈ കുടുംബത്തെ മറക്കരുത്. നമുക്ക് നിരന്തരമായിട്ട് ഇവർക്കുണ്ടെന്ന് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ അമ്മച്ചിയും ഈ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവൻ യേശുവിൻ്റെ സ്വന്തമാവട്ടെ. ഹല്ലേലൂയ. ഈ കുഞ്ഞിൻ്റെ മേൽ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ. ഈശോ ഈ പിതാവിന് നൽകിയ സൗഖ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ സഹോദരി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ആമേൻ. കൈയിടിച്ച് കർത്താൻ നന്ദി പറയാം. അമ്മച്ചി ഒരു സാക്ഷ്യം കൂടെ പറയുകയാണ്. അമ്മച്ചിക്ക് അടിവയറ്റിൽ വേദന പ്രയാസമൊക്കെ ആയിരുന്നു. നമ്മൾ മുമ്പ് ആ പ്രാർത്ഥന സമയത്ത് ഏറ്റുപറഞ്ഞിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥന അടിവയറിൻ്റെ ഭാഗത്തിൽ കാറ്റടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഇപ്പോൾ ആ വയറ്റിൽ വേദന പ്രയാസം ഒന്നുമില്ലെന്നാണ് അമ്മച്ചി സാക്ഷ്യപ്പെടുന്നത്. എത്ര വർഷമായിട്ട് വേദന ഉണ്ടായിരുന്നു? ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. യൂട്രസിൻ്റെ റിമൂവ് ചെയ്തതിൻ്റെ പെയിൻ വേദന എപ്പോഴും ഉണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് ഓപ്പറേഷന് ശേഷം ഇപ്പോൾ ആ വേദനയില്ല. മുമ്പത്തെ ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചില്ലേ, അന്നേരം ഹീൽ ചെയ്യുന്ന പറഞ്ഞു. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു